അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക് ടു വണ്ടേയും വൈബ്സ്. അപ്പൊ അതാ ഞങ്ങള് പെരിന്തൽമണ്ണക്ക് ഇറങ്ങിയേക്ക ഫാമിലി ആയിട്ട്. പെങ്ങളുണ്ട്, അതുണ്ട്, ഷെബുണ്ട്, ഉമ്മുണ്ട്, എല്ലാവരും ഉണ്ട് ബാക്കില്. അപ്പൊ എന്താന്ന് പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്താണ് ഉമ്മ പെരിന്തൽമണ്ണക്ക് അങ്ങനെ പെങ്ങളെ സ്കാനിങ്ങിന് പോകണേ. എനിക്ക് എത്രാമത്തെ മാസത്തെ സ്കാനിങ് ആടി? ഓളെ കൊണ്ടാക്കും വേണം, ഓളവിടെ ആക്കി കൊടുക്കും വേണം, പിന്നെ ഓളെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ പാടായിട്ടെന്ന്. എനിക്ക് എത്രാമത്തെ സ്കാനിങ് ആവേ? ചെക്കപ്പ് എത്രാമത്തെ ചെക്കപ്പ്? ലാസ്റ്റ് ഇതല്ലേ? അടുത്ത മാസത്തെ ഇതിനറിയില്ല നമുക്ക് കറക്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ. ഇതിനറിയും മോളെ കറക്റ്റ് ഡേറ്റ്, ഡെലിവറി കാര്യങ്ങളൊക്കെ. ഡോക്ടർ പറഞ്ഞിരുന്നത് ജനുവരി ലാസ്റ്റ് കാണുന്നതാണ്. ഏതായാലും ഇന്നൊരു ചെക്കപ്പ് കൂടി ഉണ്ട്, ഇതിലറിയാം കൺഫേം ആയിട്ട് എന്നാണെന്നുള്ളത്. അപ്പൊ എല്ലാവരും പാടെ ഫാമിലി ആയിട്ട് പോവാണ്. വലിയ പെങ്ങള് വീട്ടിലുണ്ട്, ഓള് പോയിട്ടില്ല. കുട്ടികളൊക്കെ പോയിട്ട് ഒക്കത്തിന് സ്കൂളിൽ എക്സാം നടക്കല്ലേ, ഇപ്പൊ ക്രിസ്മസ് ഫുഡ് എക്സാം ആണല്ലേ അമ്മ, ഒക്കെ എക്സാം നടക്കുകയല്ലേ. അപ്പൊ ഓളൊക്കെ രാവിലെ കുട്ടികൾ ഇവിടുന്ന് അങ്ങനെ കൊണ്ടാക്കി കൊടുക്കും, വൈകുന്നേരം ട്രെയിനിന് വരും. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ പോണത്. ഏതായാലും വെക്കേഷൻ ആവാനായി. അപ്പൊ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പൊ ഏതായാലും ഹോസ്പിറ്റലിൽ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ. കാരണം ഹോസ്പിറ്റലിൽ പെരുന്തൽമണ്ണ ഏത് ഹോസ്പിറ്റലിൽ കാണിക്കണേ? ARMCയോ? പെരുന്തൽമണ്ണത്തെ ARMC കാട്ടെ നമ്മള് പോണത്. അവിടെയാണ് ഓക്കെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ. അപ്പൊ ഓക്കെ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ. ഹോസ്പിറ്റലിലെ താഴത്തേര് ഇതേമാതിരി കുട്ടികൾ കളിച്ചാൽ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സമയം പോകും, നല്ല പോസ്റ്റ് ആവുമെന്ന് പറഞ്ഞു ഡോക്ടർ എവിടെയെന്ന് പറഞ്ഞത്? ഓപ്പറേഷൻ തിയേറ്ററിൽ കേട്ടോ. അപ്പോൾ നല്ല നേരം പോകും അത്രേ. ഷെബുവിൻ്റെ ഈ ഡ്രസ്സ് കണ്ടിട്ട് ഇപ്പോൾ ചോദിച്ചാണേ ഓൾക്ക് എന്താ കരാട്ടക്ക് പോകുന്നുണ്ടോ. ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഊരിട്ടാ. ഇത് കണ്ടിട്ട് ചോദിച്ചാണ് ഇപ്പോൾ കരാട്ടക്ക് പോകുന്നുണ്ട് ഷെബു. ഇത് ഓട്ടോറിക്ഷ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അല്ലേ എൻ്റെ കയ്യിലല്ലേ, ഇപ്പോൾ കൊടുന്ന് വെച്ചാണ്. ലൈറ്റ് എത്തുന്നുണ്ടല്ലേ പുറത്ത്, ലൈറ്റ് എത്തണോ കൂടെ നോക്കാം, പുറത്ത് നോക്കാം. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ഹോസ്പിറ്റലിലത്തെ പരിപാടി കഴിഞ്ഞിട്ടില്ല, അവിടെ കട്ട പോസ്റ്റാണ്. ഡോക്ടർ ഇപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ ആദൂനെയും അതിമോനെയും ഒക്കെ മനത്താക്കിക്കൊണ്ട് അതിമോൻ ഉറങ്ങിയില്ലേ? അതിമോൻ ഉറങ്ങി, അതും അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അപ്പക്കിന് പെട്ടെന്ന് ഒന്ന് പുറത്ത് പോകുന്നതാണ്. ഷെബുവിന് എന്താ ഡ്രസ്സിന് തുണി എടുക്കാണ്ട്, അവൾക്ക് ടോപ്പ് ഉണ്ടല്ലേ എൻ്റെ അടുത്ത്, പാൻറ് പീസും എടുക്കാനാണ് ഇപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയത്. കാരണം അത് കഴിയുമ്പോഴേക്കും ഞങ്ങൾ ഈ പണി കഴിക്കട്ടെ കരുതി. കാരണം ഫുഡും കഴിച്ചിട്ടില്ല. അപ്പോൾ സമയം 12 കഴിക്കണ്ടല്ലേ കുട്ടിയെ? 12 കഴിക്കണം. അപ്പോൾ നമ്മളെ ഇവിടുത്തെ KMTക്കാണ് ഈ പോണത്. ഞാൻ കൊല്ലത്തേക്ക് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ കരുതിയിരുന്നു. പക്ഷേ ഷെബുവിന് ടോപ്പ് ഉണ്ട്, എനിക്കും കൊടുത്തിട്ട് ഇടാത്ത ഡ്രസ്സ് ഉണ്ട്. കുട്ടികൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യണം അല്ലേ? അതിപ്പോഴല്ല, ചിലപ്പോൾ ഓൺലൈനിൽ ആ സമയത്ത് കിട്ടുമോ? എന്ത് ചെയ്യണം? ഇവിടുന്ന് എടുക്കണോ? പറ്റുകയാണെങ്കിൽ ഇവിടുന്ന് എടുക്കണം. അതൊക്കെ തന്നെയാണ് നമ്മളെ പ്ലാന്. ഇപ്പൊ അതിൽ നമ്മൾ KMTക്ക് ഇറങ്ങി കണ്ടോ. ഷെബുവിന് ജസ്റ്റ് ഒന്ന് ടോപ്പിനുള്ള പാന്റിലെ തുണിയാണ് അടി, പിന്നെ ഷാളും അല്ലേ? അത് കഴിഞ്ഞ് ഫുഡും കഴിച്ചിട്ട് വേണം പോകാന്. നിങ്ങളെ സ്കാനിങ് അല്ല കേട്ടോ, ചെക്കപ്പ് ആണ് അല്ലേ? ചെക്കപ്പ് ആണ്. ഞാൻ കരുതുന്ന സ്കാനിങ് ആണ്. സ്കാനിങ് അല്ല, സ്കാനിങ് അടുത്ത മാസം 1-ാം തീയതി അത്ര. ചെക്കപ്പ് ആണ്. ഏതാ ഹോസ്പിറ്റല്? ARMC അല്ലേ? നല്ല പീസ്ഫുൾ ഹോസ്പിറ്റൽ അല്ലേ? വലിയ തിരക്കും ക്രൗഡും കാര്യങ്ങളൊന്നും ഇല്ല. പീസ്ഫുൾ ഹോസ്പിറ്റൽ. മറ്റേ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കുണ്ടാവില്ല, പക്ഷെ ഇവിടെ പീസ്ഫുൾ ആണ്. നല്ല ഡോക്ടറാണ് തോന്നുന്നുണ്ട് അല്ലേ ചോദിച്ചപ്പോൾ? ഓക്കെ. അപ്പോൾ ഷെബുവിന്റെ കയ്യടിയിലേക്ക് ക്യാമറ പിടിച്ചിട്ട്. അപ്പോൾ ഓക്കെ. കാര്യമായിട്ട് ഞങ്ങൾ ഡ്രസ്സ് എടുക്കേണ്ട. കഴിഞ്ഞ വ്ളോഗിലും ഞങ്ങൾ ഷോപ്പിംഗ് തന്നെ ആയിരുന്നു. അപ്പൊ എന്താണ് ഷോപ്പിംഗ് ചെയ്യണമെന്നുള്ളത് ഷെബു ആർക്കും അറിയില്ല. എന്താണ് ഈ ഷോപ്പിംഗ്? എന്തിനാണ് ഈ ഷോപ്പിംഗ്? കൊല്ലത്തെ ഒരു കല്യാണം വരുന്നുണ്ട് ഞങ്ങൾക്ക്, നമ്മളെ ഒരു ഫാമിലിയിലാണ്. അപ്പൊ ആരാണ്, എന്താണ്, ഏതാന്നൊക്കെ നമ്മൾ കല്യാണത്തേക്ക് പോയിട്ട് അവിടെ എത്തിയിട്ട് പറഞ്ഞിട്ടില്ല ഷെബുട്ടിയെ. അപ്പൊ അതിനുള്ള ഡ്രസ്സിങ്ങും പർച്ചേസിങ്ങും ആണ് ഇപ്പൊ നടക്കുന്നത്. ഞങ്ങള് ലാസ്റ്റ് കല്യാണം ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞാ ഞങ്ങള് സൗദിക്ക് പോകും കേട്ടോ. ഇനി എവിടെ ചെന്നാലും കാണുന്നൊരു സംഭവമാക്കരുത്. ന്യൂ ഇയർ ആവാനായില്ലേ? നമ്മളെ കല്യാണത്തിലൊന്നും ഇങ്ങനത്തെ മോഡലില്ല അല്ലേ? അടിപൊളി. എൻ്റെ കല്യാണത്തിലൊന്നും ഇങ്ങനത്തെ ഒരു മോഡലേ കണ്ടില്ല. പക്ഷെ അങ്ങനെ തന്നെ എട്ടീന്, പക്ഷെ വേറെ മോഡല്
അടുപ്പിച്ച് കേനി നമ്മൾ KMT കട വന്നിക്കണേ. പെരിന്തൽമണ്ണ KMT. ഇതെന്ത് ചെയ്യാനടി? ഇവിടെ തന്നെ ഡിസൈൻ ചെയ്യണേ? ഇവിടെ തന്നെ ഡിസൈൻ ചെയ്യാട്ടത്. ഹാൻഡ് വർക്കായിട്ട് ഇത് ഷാളല്ലേ കരം? ഇത് ഷാളല്ലേ? ഇവിടെ തന്നെ ഈ ഒരു സെറ്റപ്പിൽ ഫുള്ള് ഇവിടെ ചെയ്തിട്ട് നമ്മളെ ഇതിനുള്ളത്തെ പരിപാടിയും കാര്യങ്ങളും കഴിഞ്ഞു. എനിക്ക് 2 ടീഷർട്ട് എടുത്ത് ഷോപ്പിൽ എടുക്കാൻ വന്നപ്പോൾ ഇതേപ്പോ ഉണ്ടായത് ഇമ്മാൻ്റെ പരിപാടിയും കഴിഞ്ഞ് ഓരും താഴത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് ഷെബുവിന് ഡ്രസ്സ് ഇപ്പൊ ശീലെടുത്തത് അടിച്ചാൻ കൊടുക്കാൻ വേണ്ടി പോകണല്ലോ ഷെബു. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം, എന്നിട്ട് വീട്ടിൽ തന്നെയാണോ ബാക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ അടിയിലെത്തിയപ്പോൾ അടിയിൽ വന്ന് ഇവിടെ സെറ്റ് ആയിക്കണം കേട്ടോ. അപ്പം ഞങ്ങളൊക്കെ അവിടെ കാര്യമായിട്ട് ഡ്രസ്സ് എടുക്കില്ല. ഡ്രസ്സ് കുട്ടിക്കുള്ള ടർക്കി സോഫ്റ്റ് ഉണ്ടല്ലോ ഡി. ഇനി എന്താടി? അതെന്തിനാ ലക്കി ഡ്രോ? എന്താണ് ലക്കി അടിച്ചാൽ എന്താണ് ബലാക്കണ്? എടുത്ത ഡ്രസ്സൊക്കെ അടിച്ചാൻ കൊടുക്കാൻ വേണ്ടി നടക്കണം. മിന്നൂസ് ലേഡീസ് ടൈലറിങ് കൊടുത്തില്ല ആക്കണം പ്ലാൻ ചെയ്ത് അവിടെ കൊടുത്തില്ല. എന്താ ചെയ്യാൻ? എന്താ സംഭവം ചെയ്യാൻ? എന്റെ എന്താണ് ഇങ്ങനെ തട്ടത്തിന്റെ അവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാന്. ഷാൾമ ഡിസൈൻ ചെയ്യാന് ഇവിടെ ഒന്നും ചെയ്യൂല. നമ്മളെ ബ്രദേഴ്സ് തിരക്കില്ല കേട്ടോ. പിന്നെ എവിടെയൊക്കെ മസാലയിലും ഇതിലുമാണ്. എന്റെ പൊന്നെ എവിടെ സ്കൂളിൽ നിന്ന് വന്നോ? ഇതാകണ അപ്പൊ ഇങ്ങനെ സ്കൂളിൽ നിന്ന് എത്തിക്കണ്ട. ഓളോളെ ഉപ്പച്ചിന്റെ ഒപ്പം വന്നതാ. പറഞ്ഞിടില്ലല്ലോ. അടിപൊളിയിലേ പോ. ബ്യൂട്ടിഫുൾ നല്ലൊരു പാടട്ടോ. ബ്രദേഴ്സിന്റെ ഫുഡ് കഴിച്ചാൽ കയറി ഇരുന്നോടത്. ഇത് കൂട്ടിട്ടാ പറ്റലടാ? കൂട്ടിട്ടാ പോവാ നോക്കേ. ഫ്രണ്ട് കയറിക്കോ. ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് പെങ്ങളും പോലെ അങ്ങനെ പോയി. നമ്മൾ വീട്ടിലേക്കല്ല, നമ്മളിപ്പോൾ ആദൂന് ഡ്രസ്സ് കിട്ടിയിട്ടില്ല. നമ്മളവിടെ നോക്കിയില്ല ചെപ്പോ, അവിടെ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ആദൂന് ഡ്രസ്സ് കൂടി നോക്കിയിട്ട് വേണം. അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് ഇനി വരണ്ടല്ലോ അല്ലേ അമ്മ? അല്ലെങ്കിൽ പിന്നെ ഇനിയും വരുന്ന വേണമെങ്കിൽ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് പിന്നെ വരണം. അപ്പൊ ഇങ്ങോട്ടില്ല. അപ്പൊ ഡ്രസ്സ് വാങ്ങിയിട്ടാണ് പോകണം. അപ്പൊ ഫുഡ് നല്ല രസം ഉണ്ടായില്ലമ്മ. മധുകൂത്ത് മറ്റേ കറങ്ങണ ഷവായി ഗൾഫിൽ നിന്ന് വന്നിട്ട് അപ്പോഴാണ് കഴിച്ചത്. ഈ ബ്ലാക്കില് കുഴപ്പമില്ല. ബ്ലാക്കില് ഇതുണ്ടോ? അതൊന്ന് ഇട്ട് നോക്കാക്കണേ. ആ ബ്ലാക്കില് 4 എടുത്താ ഫൈസ്ലീവ് ഇതും കുഴപ്പമില്ല. അത് ഇട്ടോക്കിയാൽ മതി. ജസ്റ്റ് ഒന്ന് ഇട്ടോക്കിയിട്ട് ഇനി ബ്ലാക്ക് ആണ് എടുത്തോ. പിന്നെ ഇടാലോ. ശിവ റേറ്റ് കമ്മിയുണ്ട് അല്ലേ? കുഴപ്പമില്ല. കളക്ഷനും ഉണ്ട് അല്ലേ? നമ്മൾ വന്ന ഷോപ്പ് കേട്ടോ, ഗിഡ്സ് ന്യൂ ബോൺ ആൻഡ് ഗിഡ്സ് വെയർ. നമ്മളെ എം ലോഞ്ചിൻ്റെ നേരെ മുന്നിലായിട്ട്. മുന്തിരിക്ക് എന്തായാലും വെച്ചോക്കണ്ടിപ്പാ. ഞങ്ങൾ ഇപ്പുറത്ത് ഫ്രൂട്ട്സ് വാങ്ങിയപ്പോക്കിന് ഇമ്മ പോയിക്കണം കട്ട്. നിങ്ങൾ ആരെങ്കിലും മാരുണ്ടെങ്കിൽ വല്ല പാത്രം കണ്ടു കഴിഞ്ഞാൽ വല്ല ഗാന്ധം ഒട്ടണമാര് ഒട്ടുന്ന ആൾക്കാരെങ്കിലും
എത്ര 120 എന്തിനാ അങ്ങക്ക് അത് ഞാൻ സ്കാൻ ചെയ്യാം ഗൂഗിൾ പേ ഉള്ളൂ. ഇപ്പം നമ്മൾ മേലാറ്റൂർ നമ്മളെ സ്വന്തം സന്തോഷ് ബേക്കറിയിലെത്തി. ഞങ്ങൾ ഈ മേലാറ്റൂർ കൂടി പോവുകയാണെങ്കിലേ ഈ ഒരു പപ്സും ചായയും കുടിച്ച് അത് പോക്കണ്ട ചെപ്പോ അതിനിപ്പോൾ എത്ര ചോറ് വെച്ച് പള്ള നിറച്ചിട്ടാണെങ്കിലും ഈ ഒരു ചായയും ഈ ഒരു പപ്സും കഴിച്ചാൽ പോരും കേട്ടോ. കാരണം ഭയങ്കര ചൂട് പപ്സ് അവിടെ നിന്ന് കിട്ടുക. ചൂടല്ല, അല്ല ഫ്രഷ് പപ്സ് ഭയങ്കര ടേസ്റ്റിയാണ്. അത് കഴിച്ചാൽ ഞങ്ങളോട് നിന്ന് പോക്കില്ല കേട്ടോ. ഞങ്ങളെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ മേലാറ്റൂത്തെ റെയിൽവേ സ്റ്റേഷനിലാട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു 4:30 ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ മുട്ടിത്തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഞങ്ങളെ കുട്ടികൾ ട്രെയിനിൽ വരും, ഓല എടുത്തിട്ട് വേണം വീട്ടിൽ പോകാൻ. കാരണം രാവിലെ ഇപ്പം കൊണ്ടാക്കിയതാട്ടോ, വൈകുന്നേരം ട്രെയിനിന് വരും. കാരണം ഇപ്പം ഞങ്ങൾ വീട്ടിലാണ്, അവൾക്ക് എന്താ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീട്ടിൽ റെസ്റ്റിലാണ്. അപ്പോൾ ഓലിപ്പോൾ ട്രെയിനിൽ വരും, ഓല എടുത്തിട്ട് വേണം പോകാൻ. ഒക്കെ അതാ കുത്തിരിക്കണ്. എന്നാലും അങ്ങനെ സന്തോഷ് ബേക്കറി കയറിയിട്ട് വീണ്ടും ചായയും പപ്സും നിന്നില്ലേ. പപ്സും ചായയും കുടിച്ചിട്ട് ഞങ്ങൾ അപ്പം ചോറ് കഴിച്ച് പെരുന്തൽമണ്ണ വായിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അവിടെ ചെന്ന് ചൂട് പപ്സാ. ഇപ്പം നമ്മൾ പപ്സ് തിന്നപ്പോഴും ഭയങ്കര ചൂടാ, തണുത്തിട്ടൊന്നുമല്ല. അതായത് ഈ സമയം 4 മണി സമയമൊക്കെ നല്ല ചൂട് പപ്സും. ഇനിയിപ്പോൾ രാവിലെ ചെന്നാലും കേട്ടോ എനി ടൈം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പപ്സും ചായയും. രാത്രി ഇന്നാളെ നമ്മൾ ചെന്നപ്പോൾ എത്ര മണിക്കാണ് പോയപ്പോൾ കിട്ടാതിരുന്നേ? രാത്രി 7 മണിയോ 8 മണിക്കൊക്കെ അല്ലേ? സംഭവം കഴിഞ്ഞേക്കാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ആ സമയം പോലെ എത്തിച്ചും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ അപ്പോൾ ഓലയും എടുത്തിട്ട് വേണം വീട്ടിലേക്ക് പോകാനേ. ഇപ്പോൾ വരും ട്രെയിൻ കേട്ടോ. 4:45 വാണിയമ്പലത്തിൽ നിന്ന് ട്രെയിൻ കൊടുത്ത മേലാറ്റൂർ ആകണ്. ട്രെയിൻ കാണാൻ ട്രെയിൻ കൂക്കി എന്ന് പറഞ്ഞാൽ ഞാൻ പോരി ആദ്യം ട്രെയിൻ കാണാൻ പറഞ്ഞു. ഒക്കെ അങ്ങനെ ഇറങ്ങിക്കണേ. വേമാ ട്രെയിൻ വരുന്നു. ഇപ്പോഴും ട്രെയിൻ കാണാൻ ആഗ്രഹമല്ലോ എല്ലാവരാണ്. കുഞ്ഞാ ട്രെയിൻ കണ്ടോ? അച്ചുക്കിട്ട് ഇപ്പോൾ വരും. ഇതവിടെ ഇറങ്ങും. മുന്നിലെ ബാക്കിലാണ് ഇത് കയറി. അങ്ങനെ ഇറങ്ങാ. ഞാൻ കയറി കയറിയിട്ടില്ലേ. ഇറങ്ങണ ഇതവിടെ ഇവിടെ ഉണ്ടടാ. അതിലുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലേ. പാലക്കാട് അതിലെ ഷെബ ട്രെയിൻ കണ്ടാ? ഇപ്പോഴും ട്രെയിന് വരുന്ന വേറെ രസം തന്നെ കേട്ടോ കാണാനില്ലേ. അത് വേറെ ലുക്ക് തന്നെ കാണാൻ. നമ്മളെ വണ്ടിക്ക് പാർക്കിങ് മുന്നേ തന്നെ ഇട്ടിങ്ങനെ അച്ചു വന്ന് തുറന്നിക്കണേ. ഏയ്